ശ്രീ ബി റജി, ഒന്നുകൂടി ആവർത്തിച്ച് പറയാൻ പോലും തോന്നാത്ത തരത്തിലുള്ള പ്രയോഗങ്ങളും സാഹചര്യങ്ങളും ഒക്കെ കൊണ്ടാണ് പല കോൺഗ്രസ് നേതാക്കളും യുവാക്കൾ പോലും സൈബർ ഇടങ്ങളിൽ കെ ജെ ഷൈൻ ടീച്ചറെ ഏറ്റവും മോശമായി ആക്ഷേപിച്ചത്, അധിക്ഷേപിച്ചത്. എന്തായിരുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം? നോക്കൂ, അസിത പ്രയോഗിച്ച ഒരു പദം തന്നെ ഞാൻ കടമെടുക്കുകയാണ്. അതായത് പുഴുത്തുനാറിയ സൈബർ ഇടം. ഇവിടെ ആർക്കും ആരെയും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. നോക്കൂ, ഈ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തെ ഈ വിഷയവുമായി നിങ്ങൾ എന്ത് അർത്ഥത്തിലാണ് കൂട്ടിച്ചേർക്കുന്നത്? ഇതിൻ്റെ ഉറവിടം എവിടെയാണ്? ആരാണിത് പ്രചരിപ്പിക്കാൻ തുടങ്ങിയത്? ആരാണിതിൻ്റെ തുടക്കമിട്ടത്? ഇതൊക്കെ തന്നെ ഇതിന് ഒരു രാഷ്ട്രീയ എതിരാളിയെ കണ്ടെത്തുക, കോൺഗ്രസിനെ പഴിചാരുക, അത്തരത്തിൽ ഈ വിഷയത്തെ വഴിതിരിച്ചു വിടുക, കോൺഗ്രസിൻ്റെ മേൽ കുറ്റാരോപണം ചെയ്യുക എന്നൊക്കെയാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അസിതയുടെ വാക്കുകളിൽ നിന്ന്. നോക്കൂ, ഇതുമായി കോൺഗ്രസ് എന്ന ഒരു മഹാപ്രസ്ഥാനം ഉന്നതമായ രാഷ്ട്രീയ ധാർമ്മികത പുലർത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ആരെയെങ്കിലും അപഹസിക്കുകയോ പരിഹസിക്കുകയോ പരിഹാസപ്പെടുത്തുകയോ അല്ലെങ്കിൽ അധിക്ഷേപിക്കുകയോ അതുവഴി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേട്ടം കൈവരുത്തുക എന്നുള്ള ഒരു ഉദ്ദേശം കോൺഗ്രസിൻ്റെ തുടങ്ങിയ കാലം മുതൽ പോലുമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. വലിയ അങ്ങേയറ്റത്തെ രാഷ്ട്രീയമായിട്ടും വ്യക്തിപരമായിട്ടും ധാർമ്മികത കാത്തുസൂക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിലുള്ള അംഗങ്ങൾക്ക് പോലും, അത് ചേർന്ന് സഹയാത്രികരായ ഞങ്ങൾക്ക് പോലും നമ്മൾ ചില ധാർമ്മികത കാത്തുസൂക്ഷിക്കുന്നവരുണ്ട്. ഇത്തരം വിവാദങ്ങൾ, വിഷയങ്ങൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗപ്പെടുത്തുന്ന നിലപാട് കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനം സ്വീകരിക്കാറില്ല. നമുക്കറിയാം, മുൻകാലങ്ങളിലൊക്കെ ഈ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ എതിരാളികളാണ് ഇത്തരത്തിലുള്ള ചില വിഷയങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസിനെതിരെ വാളോങ്ങുന്നത്. പക്ഷേ കോൺഗ്രസ് എപ്പോഴും ഒരു ധാർമ്മികത ഉയർത്തിപ്പിടിക്കും. ഇത്തരത്തിലുള്ള ഈ വിഷയങ്ങളുമായിട്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ല, ഉണ്ടാകാനിടയില്ല. കോൺഗ്രസ്സുകാരും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെടുമെന്നും ഞാൻ കരുതുന്നില്ല. ശ്രീ ബി റജി, പുഴുത്തുനാറിയ സൈബർ ഇടം എന്ന് പ്രയോഗിച്ച് എന്നെ കൊണ്ട് പുഴുത്തുനാറിയ സൈബർ ഇടത്തെ കോൺഗ്രസ് നേതാക്കൾ എന്ന് തിരുത്തി പറയാൻ താങ്കൾ നിർബന്ധിതരാക്കുകയാണ്. നോക്കൂ, ഒരു കൂട്ടം നേതാക്കൾ, പി കെ ഗോപാലകൃഷ്ണൻ കോൺഗ്രസുമായി ബന്ധമില്ലാത്തയാളാണോ, BRM ഷഫീർ, ജിൻഡോ ജോൺ, അങ്ങനെ തുടങ്ങി റിജിൽ മാക്കുട്ടി, അങ്ങനെ നീളുന്ന ഒരു കൂട്ടം നേതാക്കളുണ്ട്. ഇവരുടെയൊക്കെയും ഫേസ്ബുക്ക് പോസ്റ്റുകൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലാത്തതാണോ? കുറെ പേർ പോസ്റ്റുകളൊക്കെ പിൻവലിച്ച് മുങ്ങിയിട്ടുണ്ട് പതിവ് പോലെ. അങ്ങനെയാണെങ്കിൽ താങ്കൾ അല്പം മുൻപ് പറഞ്ഞ ധാർമ്മികത, അതിന്റെ പുറത്തുള്ള കോൺഗ്രസ് നേതാക്കളാണോ ഇവരൊക്കെയും ആ വിഷയത്തിൽ BRM ഷഫീറിന്റെ പോസ്റ്റൊക്കെ ഒരിക്കൽ കൂടി ഉദ്ധരിക്കാൻ പോലും ഒരു പുരോഗമന സമൂഹത്തിന് ലജ്ജ തോന്നുന്നതാണ് ശ്രീ ബി റജി. ഈ സൈബർ ഇടങ്ങളിലെ അറ്റാക്കിന് തുടക്കമിട്ടത് ആരാണ്? ഈ രാഷ്ട്രീയ ധാർമ്മികത നിങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ബഹുമാന്യനായ ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിനെതിരെ എന്തുമാത്രം സൈബർ ആക്രമണങ്ങൾ ഒരു കാലഘട്ടത്തിലുണ്ടായി. ആരെങ്കിലും അതിനെ നിഷേധിക്കുകയോ പ്രതിഷേധിക്കുകയോ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് 97 വയസ്സുള്ള ലീലാവതി ടീച്ചർക്കെതിരെ ഇപ്പോൾ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ കണ്ടില്ലേ? KJ യേശുദാസ്, അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണങ്ങൾ നടന്നില്ലേ? ഈ പുഴുത്തുനാറിയ ഈ മേഖല നിയന്ത്രിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? ഇവിടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ വിഷയവുമായി, ഈ വിവാദ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സുകാർ എന്ത് ചെയ്തു? കോൺഗ്രസ് പ്രസ്ഥാനവുമായി ചേർന്ന് നിൽക്കുന്നവർ എന്ത് ചെയ്തു? പേരുകൾ പറഞ്ഞല്ലോ. ഇപ്പോൾ പി കെ ഗോപാലകൃഷ്ണന്റെയും BRM ഷഫീറിന്റെയും ജിൻഡോ ജോണിന്റെയും ഒക്കെ പോസ്റ്റുകൾ വായിച്ചാൽ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് അവർ എഴുതിയിട്ടുള്ളത്. BRM ഷഫീർ പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട്. പി കെ ഗോപാലകൃഷ്ണൻ ഇന്ന് കുറെ കാര്യങ്ങൾ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. ജിൻഡോ ജോൺ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ആവർത്തിച്ചിട്ടുണ്ട്. BRM ഷഫീറിന്റെ ആ പോസ്റ്റ് പ്രസ്താവന, അത് ഞാൻ ആവർത്തിച്ചു പറയുന്ന ഒരു പുരോഗമന സമൂഹത്തിന് ഒരിക്കൽ കൂടി എടുത്തു പറയാൻ പോലും ലജ്ജ തോന്നുന്നതാണ്. അവരൊക്കെ ഈ വിഷയത്തിലാണ് ശ്രീ ബി റജി പ്രതികരിച്ചിട്ടുള്ളത്. എന്ത് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ താങ്കൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഈ പുഴുത്തുനാറിയ സൈബർ ഇടത്തിൽ അത്രമേൽ പുഴുത്തുനാറാൻ അവർ ഇങ്ങനെ സ്വയം നിന്നുകൊടുത്തത്? കോൺഗ്രസിന്റെ ധാർമ്മികത ഈ നേതാക്കൾക്കൊന്നും ബാധകമല്ലേ? നോക്കൂ, ഇത് അവരെ കോൺഗ്രസ് പ്രസ്ഥാനവുമായി ചേർന്ന് നിൽക്കുന്ന ആരെങ്കിലും പടച്ചുണ്ടാക്കിയതാണോ ഈ വിഷയങ്ങളൊക്കെ? ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് നിങ്ങൾ നോക്കൂ. ഇന്ന് കോൺഗ്രസിന്റെ ഒരു മിനിറ്റ്, എവിടെ നിന്ന് വന്നു എന്നതിലേക്കാണോ ഷൈൻ ടീച്ചറുടെ പരാതി തന്നെ വിരളൂന്നുന്നത്? അതിലേക്ക് പോകട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഈ നിലയിൽ മുഖമില്ലാത്ത, ആരാണ് പടച്ചുവിട്ടതെന്ന് അറിയാത്ത, ഒരടിസ്ഥാനവും ഇല്ലാത്ത ഒരു ആരോപണം ഇങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട യുവനിരയിലുള്ള ചാനൽ ചർച്ചകളിലടക്കം കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്ന ഒരു കൂട്ടം നേതാക്കൾ, അവർ ഈ വിഷയത്തിൽ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തി ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ്? ഞാൻ പേരെടുത്താണല്ലോ പറയുന്നത്. താങ്കൾ മുഖമില്ലാത്ത സൈബർ കൂട്ടം എന്ന് പറയുമ്പോൾ മുഖമുള്ള ആളുകളെ കുറിച്ചാണ് എന്റെ ചോദ്യം. അവർ ഇപ്പോഴും കോൺഗ്രസിന്റെ ഭാഗമാണല്ലോ അല്ലേ? നോക്കൂ, ഏതാണ്ട് 41,426 സൈബർ ക്രൈംസ് ആണ് നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ സൈബർ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള ഇത് വ്യാപകമായി വരുന്നുണ്ട്. ശരിക്കും ഇതിന് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം. പക്ഷേ CPM അല്ലെ ഇടതുപക്ഷങ്ങളോ ഒക്കെ കോൺഗ്രസിനെ കോൺഗ്രസിനെതിരെ വിരൽ ചൂണ്ടുവാൻ വേണ്ടി സൈബർ ഇടങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് കാലാകാലങ്ങളിൽ. അത് നമ്മൾ മറക്കരുത്. ഇവിടെ ഇത് ആരാണ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്? ഇത് ഒരു പോസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നതിലെങ്ങാണോ അതിൻ്റെ തെറ്റെന്ന് പറയുന്നത്?
ഇവിടെ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഇടതുപക്ഷങ്ങൾ. അന്നൊന്നും ഒരു കാര്യം ഞാൻ പറയാം, നമുക്ക് ആരെയെങ്കിലും അധിക്ഷേപിക്കുകയോ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് അങ്ങേയറ്റത്തെ തെറ്റാണ്. അത് ധാർമ്മികമായി ഒരു തരത്തിലും നമുക്ക് യോജിക്കാൻ കഴിയുന്ന കാര്യവുമല്ല. അത് എപ്പോഴും നമ്മൾ സ്ത്രീകളെ ചേർത്തുപെടുത്തി അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു മഹാപ്രസ്ഥാനത്തിന് പ്രത്യേകിച്ചും. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ ധാർമ്മികതയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ കുറ്റക്കാരെ നമ്മൾ കണ്ടെത്തുക. ആരാണ് ഇതിൻ്റെ ഒറിജിൻ, ഇത് എവിടെ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത് എന്നുള്ളത്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് CPM-ൽ തന്നെയുള്ള ചില പ്രാദേശിക വിഷയങ്ങളുടെ ഭാഗമായി ഉരുത്തിരിഞ്ഞു വന്നു എന്നുള്ള ആരോപണങ്ങൾ സൈബർ ലോകത്ത് ഉയർന്നു കേൾക്കുന്നുണ്ട്. അത് നമ്മളൊക്കെ കണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇത് എവിടെ നിന്ന് വന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വരാനുള്ള സാഹചര്യം എന്താണെന്നുള്ളതിനെക്കുറിച്ച് നോക്കിയിട്ട് അതിൻ്റെ കുറ്റക്കാരെ കണ്ടെത്തണം. ഇപ്പോൾ തന്നെ പോലീസ് അന്വേഷണം അക്കാര്യത്തിൽ നടക്കുകയാണ്. ഇതിൽ നിങ്ങൾ എന്തുകൊണ്ട് കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തെ വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ് എന്നെ അതിശയിപ്പിക്കുന്നത്. ശരി ശരി.